بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അർബഈൻ നബവിയിലെ 36-ാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. ആരാണോ ഒരു മുഅ്മിനായ മനുഷ്യന് ദുനിയാവിൻ്റെ ഞെരുക്കങ്ങളിൽപ്പെട്ട ഒരു ഞെരുക്കം, ഒരു കുർബത്ത്, ഒരു വിപത്ത്, ദുരന്തം, അത് നീക്കിക്കൊടുക്കുന്നത്, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ ഒരു പ്രയാസം, ഒരു ദുരിതം അള്ളാഹു ഈ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലമായി കൊണ്ട് നീക്കിക്കൊടുക്കുന്നതാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ. ആരാണോ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ആശ്വാസമുണ്ടാക്കുന്നത്, യസ്സറ അല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവനും എളുപ്പം നൽകും. വമൻ സതറ മുസ്ലിമൻ. ആരാണോ ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചു വെക്കുന്നത്, സതറഹു അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അവന് മറ നൽകും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ. ആരാണോ ഇൽമ അന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്നത്, സഹല അല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അതിൻ്റെ ഫലമായി അള്ളാഹു സ്വർഗത്തിലേക്ക് അവന് വഴി എളുപ്പമാക്കി കൊടുക്കും. വമജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ അഥവാ പള്ളിയിൽ ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ, യത്ലൂന കിതാബ് അല്ലാഹി വയതദാറസൂനഹു ബൈനഹും. അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും അത് പരസ്പരം ഓർമ്മിപ്പിച്ച് ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ, ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന. അവർക്കുമേൽ സക്കീനത്ത്, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സമാധാനം ഇറങ്ങുന്നതാണ്. വഗശിയത്ഹുമുർ റഹ്മ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിയുന്നതാണ്. വഹഫത്ഹുമുൽ മലായിക. മലക്കുകൾ അവരുടെ ചുറ്റും കൂടുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അള്ളാഹു തആല അവനെ തൻ്റെ അടുക്കലുള്ള ആളുകളോട്, മലക്കുകളോട് അവരെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ്. വമൻ ബത്തഅ ബിഹി അമലുഹു. ആരുടെ അമലാണോ കുറഞ്ഞു പോയത്, ലം യുസ്രി ബിഹി നസബുഹു. അവൻ്റെ കുടുംബ പരമ്പര കൊണ്ട്, അവൻ്റെ കുടുംബമാഹാത്മ്യം കൊണ്ട് അവനൊരു ഉപകാരവും ഉണ്ടാവുന്നതല്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഒരു ഹദീസാണ്. ഈ ഹദീസിൽ, കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞതുപോലെ, ലാ തഹാസദു എന്ന് തുടങ്ങുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഹുഖൂഖുകൾ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകളെക്കുറിച്ചാണ് ഈ ഹദീസും പഠിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട 7 വസിയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നു. അത് മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ നമ്മൾ പരിശ്രമിക്കുക. ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് അവിടുന്ന് പറഞ്ഞത് എന്താണ്? മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബ. ആരാണോ ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് ഒരു കുർബത്ത്, മിൻ ഖുറബി ദുനിയ, ദുനിയാവിൻ്റെ കുർബത്തുകളിൽപ്പെട്ട ഒരു കുർബത്ത് നീക്കിക്കൊടുക്കുന്നത്. എന്താണ് കുർബത്ത് എന്ന് പറഞ്ഞാൽ? അങ്ങേയറ്റത്തെ പ്രയാസം, നമ്മൾ ദുരിതം എന്നൊക്കെ പറയുന്ന വലിയ, നമുക്ക് താങ്ങാൻ സാധിക്കാത്ത ഒരു മുസീബത്തിനാണ് കുർബത്ത് എന്ന അറബിയിൽ പറയാം. ഉദാഹരണത്തിന് ഖുർആനിൽ ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹർ തദ്ഊനഹു തദർറുഅൻ വഖുഫ്യതൻ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. നിങ്ങൾ കടലിലൊക്കെ അപകടങ്ങളിൽ പെടുമ്പോൾ നിങ്ങൾ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഇനി മുതൽ ഞങ്ങൾ നന്ദി കാണിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നത് ആരെയാണ് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അപ്പോൾ കടൽ മുങ്ങുന്നതിനാണ് ഇവിടെ ഖുർബത്ത് എന്ന് ഉപയോഗിച്ചത്. ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബ്. അള്ളാഹു ആകുന്നു ആ കപ്പൽ മുങ്ങി മരിക്കുന്നത്, കപ്പൽ മുങ്ങുന്നതിൽ നിന്ന്, അങ്ങനെ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവാണ്. വമിൻ കുല്ലി കർബ്. അതുപോലെ മറ്റെല്ലാ ദുരന്തങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് അള്ളാഹു ആകുന്നു. വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. പക്ഷെ പിന്നീട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കും. അപ്പോൾ ഇങ്ങനെ കടലിൽ മുങ്ങുന്നതിനാണ് ഖുർബത്ത് എന്നുള്ള വാക്ക്, അതുപോലെ കർബ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ദുനിയാവിൽ വലിയ വലിയ ദുരന്തങ്ങളും
അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് ദുനിയാവിൽ സംഭവിക്കുന്ന അപകടങ്ങൾ? നമുക്കറിയാം, മാരകമായ രോഗങ്ങൾ, അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക്, നമ്മുടെ മക്കൾക്ക് ഒക്കെ രോഗങ്ങൾ വരിക, നമുക്ക് താങ്ങാൻ സാധിക്കാത്ത കടബാധ്യത, അതുപോലെ ജയിലിൽ പോകേണ്ട അവസ്ഥ, ഇങ്ങനെ യുദ്ധങ്ങൾ, ദാരിദ്ര്യം, ഇങ്ങനെ മനുഷ്യന് ദുനിയാവിൽ സഹിക്കാൻ പറ്റാത്ത ധാരാളം കുർബത്തുകൾ ഉണ്ടാകാറുണ്ട്. ഇതിനാണ് ഈ വാക്കുപയോഗിക്കുന്നത്, കുർബത്ത് എന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞെരുക്കം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ, അങ്ങനെയുള്ള ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് കണ്ടില്ലെന്ന് നടിക്കുകയല്ല വേണ്ടത്. നമുക്കൊണ്ട് കഴിയുന്നത് പോലെ അത് പരിഹരിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് ഒരു മുഅ്മിന്റെ ബാധ്യത. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ തന്നെ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. മൻ നഫസ അൻ മുഅ്മിൻ, ഒരു മുഅ്മിൻ ഞെരുക്കം അനുഭവിക്കുമ്പോൾ ആരാണോ അത് നീക്കിക്കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ മുഅ്മിനാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സഹോദരങ്ങളാണ്. നമ്മുടെ സ്വന്തം സഹോദരൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് ജനിച്ച നമ്മുടെ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരൻ, അവൻ ഇങ്ങനെ ഒരു ഞെരുക്കം അനുഭവിച്ചാൽ, അവനൊരു മാരക രോഗം ബാധിച്ചാൽ, അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, അവൻ ഒരു കടം ബാധിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായാൽ, ജയിലിൽ പോയാൽ, ഇങ്ങനെ ഈ പറയുന്ന മുസീബത്തുകൾ അവനെ ബാധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെയാണ് മുഅ്മിനായ മറ്റുള്ള ആളുകളും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? അതും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ചെറുതാണെങ്കിലും അതിൽ സൂചനയുണ്ട്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ദുരിതങ്ങളിൽ അകപ്പെടുന്ന ആളുകളെ രക്ഷിക്കണം? രണ്ട് കാരണങ്ങൾ. അത് രണ്ടും ഈ ഹദീസിലെ ഈ ചെറിയൊരു വാചകത്തിലുണ്ട്. ഒന്ന്, അവൻ മുഅ്മിനാണ്. രണ്ടാമത്തേത്, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഒരു ഖുർബത്ത് അല്ലാഹു നമുക്ക് നീക്കിത്തരും. ഇത് നമ്മൾ മുമ്പ് പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഖായിദയാണ്, ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു തത്വമാണ്, ഒരു പൊതു നിയമമാണ്. എന്ത്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മുടെ അമൽ എങ്ങനെയാണോ അതിന്റെ അതേ വകുപ്പിലായിരിക്കും നമുക്ക് പ്രതിഫലം കിട്ടുക. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. അപ്പോൾ ഒരു ഞെരുക്കം, ഒരു ദുരിതം നമ്മളൊരു മുസ്ലിമായ സഹോദരന് പരിഹരിച്ചു കൊടുത്താൽ അല്ലാഹു തആല ആഖിറത്തിലെ ഒരു ദുരിതം നമുക്ക് പരിഹരിച്ചു തരും. എന്താണ് ആഖിറത്തിലെ ദുരിതങ്ങൾ എന്ന് പറയുന്നത്? ഖുറബു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഖുർബത്തുകൾ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പ്രശ്നമില്ല. ഖിയാമത്ത് നാളിലെ ദുരിതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം. നമുക്ക് മരണശേഷം സംഭവിക്കാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അത് ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ ആഖിറത്ത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. ഖബറിലെ പ്രയാസങ്ങൾ, അതുപോലെ സിറാത്ത്, അതുപോലെ മഹ്ശറിലെ പ്രയാസം, ഇങ്ങനെയുള്ള വലിയ വലിയ ദുരിതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ചു. എന്തുകൊണ്ട് പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരാളെ നമ്മൾ സഹായിക്കണം? ഒന്ന്, ഇസ്ലാമിന്റെ പേരിലുള്ള ഉഖുവത്ത്. രണ്ടാമത്തേത്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമുക്കും അതിനനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. രണ്ടാമത്തെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വമൻ യസ്സറ അലാ മുഅ്സിർ, ആരാണോ പ്രയാസത്തിൽപ്പെട്ട ഒരാൾക്ക് എളുപ്പം നൽകുന്നത്, യസ്സറ അല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഈ വ്യക്തിക്ക് എളുപ്പം നൽകും. അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം പറഞ്ഞത് കുർബത്തിനെ കുറിച്ചാണ്. കുർബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, വലിയ താങ്ങാൻ സാധിക്കാത്ത അപകടങ്ങൾക്ക്, ദുരിതങ്ങൾക്കാണ് കുർബത്ത് എന്ന് പറയാം. മുഅ്സിർ എന്ന് പറഞ്ഞാൽ പ്രയാസം അനുഭവിക്കുന്നവൻ. പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും. അപ്പം അങ്ങനെയുള്ള ഉസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസം, എളുപ്പമല്ലാത്ത കാര്യങ്ങൾ. ഒരു ചെറിയ മുള്ള് തറച്ചാൽ അതും ഒരു പ്രയാസമാണ്. അതുപോലെ എന്തൊരു ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലും അതിനൊക്കെ ആ പ്രയാസങ്ങൾപ്പെട്ടവർക്കൊക്കെ മുഅ്സിർ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾ ആ പ്രയാസം നീക്കിക്കൊടുത്താൽ യസ്സറ അല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന് ആശ്വാസം, എളുപ്പവും നൽകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മുഅ്സിർ, പ്രയാസം അനുഭവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ പ്രയാസങ്ങൾക്കും ഏത് ബുദ്ധിമുട്ടിനും ഉസ്ർ എന്ന് പറയും, പ്രയാസം എന്ന് പറയും. പക്ഷേ സാധാരണ ഖുർആനിലും സുന്നത്തിലും അതുപോലെ ഫുഖഹാക്കളുടെ ഫിഖ്ഹിന്റെ കിതാബുകൾ എഴുതിയ പണ്ഡിതന്മാരുടെയൊക്കെ സംസാരത്തിൽ അവർ ഉസ്ർ അല്ലെങ്കിൽ മുഅ്സിർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കടബാധിതനാണ്. പ്രധാനമായും കടം ബാധിച്ച ആളുകൾക്ക്, എന്നിട്ട് ആ കടം വീട്ടാൻ സാധിക്കാത്ത ആൾ, അവർക്കാണ് മുഅ്സിർ എന്ന്
സാധാരണ പറയാറുള്ളത്. ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ഫിഖ്ഹിന്റെ കിതാബുകളിലും അതാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ സൂറത്ത് ബഖറയിലെ ആയത്ത് ദൈനിൽ നമുക്കറിയാം, ഇൻ കാന ദു ഉസ്റ, ഈ കടം തിരിച്ചു തരാനുള്ളവൻ പ്രയാസമുള്ളവനാണെങ്കിൽ ഫനദിറത്തുൻ ഇലാ മൈസറ, അവൻ എളുപ്പമുണ്ടാകുന്നത് വരെ നീട്ടിക്കൊടുക്കുക എന്നത് നിർബന്ധമാണ്. ഒരാൾ കടം വാങ്ങിയാൽ ആ പറഞ്ഞ അവധിക്ക് അവന് അത് വീട്ടാൻ സാധിച്ചില്ല എങ്കിൽ ന്യായമായ കാരണം കൊണ്ട് അവന് ആ തുക അവൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് അവനത് വീട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഫനദിറത്തുൻ ഇലാ മൈസറ, അവൻ എളുപ്പമുണ്ടാകുന്നവരെ നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട് അല്ലേ? ഹദീസിൽ വന്നിട്ടുള്ളത് കാണാം, ഒരാൾക്കൊരു തുക കടമായിട്ട് കൊടുത്താൽ ഓരോ ദിവസവും ഈ തുക സദഖ ചെയ്ത പ്രതിഫലം അല്ലാഹു തആല അവന് കൊടുക്കും. അവധി എത്തിയാലോ, അവധി എത്തിയിട്ട് പിന്നെ നീട്ടിക്കൊടുത്താൽ അതിന്റെ ഇരട്ടി സദഖ ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്ര വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ കടം കൊടുക്കുന്നവർ ആദ്യം ഇത് അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. കടം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായ ഒരു ശറഈയായ ഹുക്മാണ്, അവന് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാരണത്താൽ അത് വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൂടി കണക്കാക്കി അതിന് കൂടി കഴിയെങ്കിൽ കടം കൊടുത്താൽ മതി. അപ്പോൾ ഇത് കടവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. ഈ അർത്ഥത്തിലാണ് മുഅസ്സിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഖുർആനിലെ ഉദാഹരണം നമ്മൾ കണ്ടു. അതുപോലെ ഹദീസിൽ കാണാം, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, മൻ സറഹു അൻ യുനജ്ജിയഹു അല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ദുരിതങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു രക്ഷിക്കണം എന്നാർക്കാണോ ഉള്ളത്, ഫൽ യുനഫിസ് അൻ മുഅസ്സിരിൻ ഔ യദഅ അൻഹു, അവൻ കടം വാങ്ങിയിട്ട് അവന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് അത് വീട്ടാൻ പറ്റാത്തവന് നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കുക. അപ്പോൾ ഈ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് കടക്കാരനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കടം വാങ്ങിയ ആളെന്ന അർത്ഥത്തിലാണ് മുഅസ്സിർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതുപോലെ ഫിഖ്ഹിന്റെ കിതാബിൽ ധാരാളമായി ഈ പ്രയോഗം കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കടം വാങ്ങിയവന്, അത് മാത്രമല്ല മുഅസ്സിർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കടക്കാരൻ മാത്രമല്ല, പക്ഷെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കടക്കാരനാണ്. കാരണം കടം വാങ്ങിയവനെ കുറിച്ചാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ കടം വാങ്ങിയ ആളുകൾക്ക് നീട്ടിക്കൊടുത്താൽ അതിന്റെ പ്രതിഫലം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സദഖ ചെയ്ത പ്രതിഫലമുണ്ട്. അതിന് പുറമെ ഒരു ഹദീസ് ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മസ്ഊദ് അൽ ബദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഹൂസിബ റജുലുൻ മിമ്മൻ കാന ഖബ്ലക്കും, ഖിയാമത്ത് നാളിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തെ ഹിസാബ് നടത്തും, അല്ലാഹു വിചാരണ ചെയ്യും. ഫലം യൂജദ് ലഹു മിനൽ ഖൈരി ഷൈ, അവനൊരു ഖൈറും ചെയ്തിട്ടില്ല. അവന്റെ നന്മയും തിന്മയും നോക്കുമ്പോൾ നന്മ എന്ന് പറയാൻ അവനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒരു കാര്യം മാത്രമാണുള്ളത്. എന്താണത്? അന്നഹു കാന യുഖാലിഖു നാസ വകാന മൂസിറ, അവൻ ജനങ്ങളുമായി ഇടപഴകുന്ന ആളായിരുന്നു, ഇടപാടുകളൊക്കെ നടത്തുന്ന ആളായിരുന്നു, സമ്പന്നനായിരുന്നു. വകാന യഅ്മുറു ഗിൽമാനഹു, അവൻ തന്റെ അടിമകളോട് തന്റെ ജോലിക്കാരോടൊക്കെ പറയുമായിരുന്നു, അവന്റെ കച്ചവടം നോക്കി നടത്തുന്ന ആളുകളോട് പറയുമായിരുന്നു, അൻ യതജാവസു അനിൽ മുഅസ്സിർ, കടം വാങ്ങിയിട്ട് അത് വീട്ടാൻ സാധിക്കാത്തവൻ, കച്ചവടത്തിൽ അവന്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങി കടമായി സാധനം വാങ്ങിയവരുണ്ടാകും, അങ്ങനെയുള്ള ഇടപാടുകാർക്ക് അത് വീട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാൻ അവൻ പറയും, അവരെ നിർബന്ധിക്കരുത്, ഒഴിവാക്കണം എന്ന് പറയുമായിരുന്നു. ഖാലല്ലാഹു അസ്സ വജൽ, അങ്ങനെ ഈ ഹിസാബ് നടത്തുന്ന സമയത്ത് ഈ ഒരു നന്മ മാത്രമുണ്ട്, വേറെ ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നഹ്നു അഹഖു ബിദാലിക മിൻഹു, ഞാനാണ് ഇതിനേക്കാൾ അവന്റെ ഈ സ്വഭാവം നല്ലൊരു സ്വഭാവമായിരുന്നു കാണിച്ചത്, ആ സ്വഭാവത്തിന് അവനേക്കാൾ അർഹൻ ഞാനാണ്. പ്രയാസമുള്ള ഒരാളെ കണ്ട വേണ്ട എന്ന് പറയും. അപ്പൊ ഇവനിപ്പോ പ്രയാസത്തിലാണ്, ഒരു ഹസനാത്തും ഇല്ലാതെ നന്മയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ അവനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അതിൽ ഞാനാണ് കൂടുതൽ അർഹൻ എന്ന് പറഞ്ഞ് അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും. ഇതാണ് ഈ ഹദീസിലെ രണ്ടാമത്തെ വാചകം, അമന്യസ്തറ അല മുഅസ്സിർ, പ്രയാസപ്പെടുന്നവന് എളുപ്പം കൊടുക്കുക. അത് കടത്തിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിലും. കടത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നീട്ടിക്കൊടുക്കുക, അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. ആ എളുപ്പം 3 തരത്തിലാണ്. എന്തൊക്കെയാണത്? ഒന്ന്, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഫൽയുനഫിസ്, അവന് കുറച്ച് ആശ്വാസം കൊടുക്കുക, ഒന്നുകിൽ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ തുക കുറച്ച് കൊടുക്കുക, ഔ യദഅ അൻഹു, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക. അതുമല്ലെങ്കിലോ മൂന്നാമത്തെ രൂപം പണ്ഡിതന്മാർ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാം, അവൻ കടം വാങ്ങിയത് നമ്മുടെ അടുത്ത് നിന്നല്ലെങ്കിൽ വേറെ ആൾക്ക് നിന്നാണെങ്കിൽ അവന് വേണ്ടി ആ കടം വീട്ടുക, നമ്മുടെ സുഹൃത്തിന്റെ കടം നമ്മൾ ഏറ്റെടുത്ത് വീട്ടുക. ഈ 3 കാര്യങ്ങളും ഈ പറഞ്ഞ വാചകത്തിൽ ഉൾപ്പെടും. ഇനി ഒരു ചോദ്യം, ഈ 2 വാചകങ്ങൾ ആദ്യം പറഞ്ഞു, എന്താണ് ആദ്യത്തെ വാചകം? മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി അദ്ദുനിയ, ദുനിയാവിലൊരു ദുരിതം ഒരാൾ ആശ്വാസം കൊടുത്താൽ, അത് നീക്കിക്കൊടുത്താൽ അള്ളാഹു ഖിയാമത്ത് നാളിലെ ഒരു ദുരിതം അവന് നീക്കിക്കൊടുക്കും. രണ്ടാമത് ഈ മുഅസ്സിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പ്രയാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവന് എളുപ്പം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആദ്യത്തേൽ ആഖിറത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. വലിയ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ
അതിൽ സഹായിക്കുന്നവൻ, അത് നീക്കിക്കൊടുക്കുന്നവൻ, അവൻ അള്ളാഹു ആഖിറത്തിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കും. ചെറിയ ചെറിയ കടവും മറ്റും ആയിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുന്നവന് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പം കൊടുക്കും എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പണ്ഡിതന്മാർ 2 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ കുർബത്ത് എന്ന് പറയുന്നത്, വലിയ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണോ? അല്ല, അത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഈ വലിയ വലിയ ദുരിതങ്ങൾ, ഇപ്പം ജയിലിൽ പോവുക, അല്ലെങ്കിൽ മാരകമായ രോഗം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അത്യപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവന് ദുനിയാവിലെ കുർബത്ത് അല്ലാഹു നീക്കിക്കൊടുക്കും, ആഖിറത്തിലെ കുർബത്ത് നീക്കിക്കൊടുക്കും എന്ന് പറയണമെങ്കിൽ ദുനിയാവിൽ കുർബത്തുകൾ വേണ്ടേ? ദുനിയാവിൽ കുർബത്ത് എന്ന് പറയുന്നത് അപൂർവമായ സംഭവമാണ്, ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ദുനിയാവിലെ കുർബത്തുകൾ ആഖിറത്തിലെ കുർബത്തുകൾ ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ പറ്റിയതല്ല. കാരണം ആഖിറത്തിലെ ദുരിതങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ദുരിതം ദുനിയാവിലില്ല. ഈ 2 കാരണങ്ങൾ കാരണമാണ് അങ്ങനെ വ്യത്യാസം കാണിച്ചത് എന്ന് വിശദീകരിച്ചത് കാണാം. അടുത്ത സെന്റൻസ്, ഈ ഹദീസിലെ 3-ാമത്തെ വാചകം, വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. ആരാണോ ഒരു മുസ്ലിമിന് സത്തർ, മറ കൊടുക്കുന്നത്, അവന്റെ കുറവുകൾ മറച്ചു വെക്കുന്നത്, സതറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, അവനും അള്ളാഹു, ഈ മറച്ചു വെച്ചവന് അള്ളാഹു ആഖിറത്തിലും ദുനിയാവിലും ആഖിറത്തിലും അവന്റെ കുറവുകൾ മറച്ചു വെക്കും. അപ്പോൾ മുസ്ലിമായ ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുകയാണ് വേണ്ടത്, അത് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ 2 തരത്തിലുണ്ടാവും. ഒന്ന്, അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ സ്വഭാവം, ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവന്റെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട, അവന്റെ നിയന്ത്രണത്തിൽപ്പെടാത്ത ഒരു ന്യൂനതയുണ്ട്. അങ്ങനെയുള്ള ന്യൂനതകൾ അത് പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. അവൻ ഇങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കരുത്. അതുപോലെ അവന്റെ പാപങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ, അത് പ്രചരിപ്പിക്കരുത്. അത് മറച്ചു വെക്കുകയാണ് വേണ്ടത്. ഒരാൾ ആരും അറിയാതെ ചെയ്ത ഒരു കാര്യം, അത് നമ്മൾ എങ്ങനെയോ അറിഞ്ഞു, അല്ലാഹു നമ്മെ അത് അറിയിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് മറച്ചു വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും തെറ്റുകളുള്ളവരാണ്. ഈ ഹദീസിൽ തന്നെ അതിന്റെ കാരണം വിശ്വാസത്തിൽ പറഞ്ഞു, സതറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഇവന്റെ കാര്യവും മറച്ചു വെക്കും. അപ്പം അങ്ങനെ മറച്ചു വെക്കാത്തവനാണെങ്കിൽ, അത് പറഞ്ഞു നടക്കുന്നവനാണെങ്കിൽ, അവന്റെ ന്യൂനതകൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് നേരെ വിപരീതം അള്ളാഹു അത് പരസ്യമാക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് കാണാറുണ്ട്. ആളുകളുടെ തെറ്റുകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറഞ്ഞു നടക്കാൻ വേറെ ആളുകളുണ്ടാവും. ഒരു കവിതയിൽ കാണാം, ഒരു കവി പറഞ്ഞത്, ലിസാനുക ലാ തദ്കുർ ബിഹി ഔറത ഇംറിഇൻ, നിന്റെ നാവ് കണ്ട് ഒരു മനുഷ്യന്റെ ന്യൂനത നീ പറയരുത്. വകുല്ലുക ഔറാത്തുൻ വലിന്നാസി അയുൻ, നീ മുഴുവനും ന്യൂനതകളാണ്. നീ എന്ന് പറയുന്നത് മുഴുവൻ കുറെ ന്യൂനതകൾ കൂടിയ ഒരാളാണ്. വലിന്നാസി അയുൻ, ജനങ്ങൾക്കും കണ്ണുകളുണ്ട്. വഅയ്നാക വലിന്നാസി അൽസുനു, ജനങ്ങൾക്കും നാവുണ്ട്. വഅയ്നാക ഇൻ അബ്ദത് ഇലൈക മആയിബൻ, നിന്റെ കണ്ണ് ആളുകളുടെ ന്യൂനതകൾ നിനക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, നിനക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, ഫദഅഹ, നീ അതിനെ ഒഴിവാക്കുക. അതിങ്ങനെ കൊണ്ടുതരുന്ന ആ വിവരങ്ങൾ നീ സന്തോഷത്തോടെ സ്വീകരിക്കാതിരിക്കുക. വഖുൽ ലിന്നാസി അയുൻ, മറ്റുള്ളവർക്കും കണ്ണുണ്ട് എന്ന കാര്യം നീ ഓർക്കുക. അപ്പോൾ ഇതാണ് 3-ാമത്തെ ഉപദേശം, മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുക. ഇതിൽപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ മാസിയത്തുകളും. എന്നാൽ മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ, ഒരാളുടെ തെറ്റുകൾ, അത് കാരണം മറ്റുള്ളവർ കൂടി അപകടത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആ തെറ്റ് പ്രചരിപ്പിച്ച് നടക്കുന്ന, മുജാഹിറായിട്ടുള്ള, അത് പരസ്യമാക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ ബിദ്അത്തും ദലാലത്തും പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിലോ, അത് ഈ ഹദീസിൽ പെടുകയില്ല. അത് പരസ്യമാക്കേണ്ട കാര്യമാണ്, അവനെ സൂക്ഷിക്കാൻ വേണ്ടി. ഒരു ഹദീസിൽ കാണാം, ഒരു സഹാബിയുടെ വാക്കാണ്, അസറാണ്, ഫുദാല ഇബ്നു ഉബൈദ് അൽ അൻസാരി എന്ന് പറയുന്ന സഹാബി പറഞ്ഞതായി കാണാം, സലാസുൻ മിനൽ ഫവാഖിർ, 3 കാര്യങ്ങൾ വലിയ ദുരന്തങ്ങളിൽപ്പെട്ടതാണ്, വലിയ നാശങ്ങളിൽപ്പെട്ടതാണ്. എന്തൊക്കെയാണത്? ഇമാമുൻ, ഒരു ഭരണാധികാരി, നമ്മൾ ഭരിക്കുന്ന ആൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം അപകടത്തിലാണ്. എങ്ങനെയാണത്? ഇൻ അഹ്സൻത ലം യഷ്കുർ വ ഇൻ അസഅത ലം യഗ്ഫിർ, എന്തെങ്കിലും നന്മ ചെയ്താൽ, ജനങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ, ലം യഷ്കുർ, അതിന് നന്ദി കാണിക്കുകയില്ല. വ ഇൻ അസഅത ലം യഗ്ഫിർ, നീ എന്തെങ്കിലും തിന്മ ചെയ്താൽ, ഒരു കുറ്റം ചെയ്താൽ അതിന് മാപ്പുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ഭരണാധികാരി 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, വജാറുൻ, ഒരു അയൽവാസി, ഇൻ റഅ ഹസനതൻ ദഫനഹ, എന്തെങ്കിലും നന്മ കണ്ടാൽ, തന്റെ അയൽവാസിയുടെ അടുത്ത് എന്തെങ്കിലും നന്മ കണ്ടാൽ, ദഫനഹ, അത് കുഴിച്ചു മൂടും, അത് ആരോടും പറയുകയില്ല.
വൈൻ റഅ സയ്യിഅതൻ അഫ്ശാഹ, എന്തെങ്കിലും ന്യൂനത കണ്ടാൽ അത് പ്രചരിപ്പിക്കും. അങ്ങനെ അയൽവാസി ഉണ്ടായാൽ അത് വലിയ ദുരന്തമാണ്. മൂന്നാമത്തേത് വസൗജത്തുൻ, ഒരു ഭാര്യ ഇൻ ഹദർത ആദത്ത, നീ അവളുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നിന്നെ ഉപദ്രവിക്കും. വൈൻ ഗിബ്ത ഖാനത്ക, നീ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിന്നെ വഞ്ചിക്കും. അപ്പോൾ ഈ മൂന്ന് അപകടങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ നമ്മുടെ പ്രസക്തമായ ഭാഗം ഇതാണ്. ജാറുൻ ഇൻ റഅ ഹസനത്തൻ ദഫനഹ, നന്മ കണ്ടാൽ നല്ലത് കണ്ടാൽ കുഴിച്ചുമൂടും. വൈൻ റഅ സയ്യിഅതൻ അഫ്ശാഹ, ഒരു കുറവ് കണ്ടാൽ അത് പ്രചരിപ്പിക്കും. ഈ സ്വഭാവം നമുക്കുണ്ടാവരുത്. ഈ സ്വഭാവത്തിൻ്റെ ഒരു അപകടമാണ്. അതൊന്നാമത് ഗീബത്തിൽപ്പെടും. അതിന് പുറമെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ കാണുന്ന കുറ്റങ്ങളും കുറവുകളും പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ അത് കാരണം ഈ തിന്മകൾ കൂടുതൽ പ്രചരിക്കുകയാണ് ചെയ്യുക. ഈ തിന്മ നിസ്സാരമായി മാറുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിൽ പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. മുഅ്മിനീങ്ങൾക്കിടയിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ, ഫാഹിഷത്തുകൾ, വ്യഭിചാരവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് പറയുക. അങ്ങനെയുള്ള വൻപാപങ്ങൾ പ്രചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇവിടെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് താക്കീത് പറയാൻ കാരണം? ഈ തിന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്, അതിങ്ങനെ വാർത്തയാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ തിന്മയുടെ ഗൗരവം കുറയാനാണ് കാരണമാവുക. അറബിയിൽ സാധാരണ ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട്, കസ്റത്തുൽ മിസാസ് യുദ്ഹിബുൽ ഇഹ്സാസ്. ഒരു വസ്തു അത് തൊട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ ആ സ്പർശനം, അത് ആ തൊടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിംഗ് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ചൂടുള്ള വസ്തു നമ്മളിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് നമുക്ക് ചൂടായിട്ട് തോന്നില്ല. അതുപോലെ തണുപ്പുള്ള സാധനം, അതിൻ്റെ തണുപ്പ് നമുക്ക് പിന്നെ തിരിച്ചറിയാൻ സാധിക്കാതെ വരും. അതുപോലെയാണ് മാസിയത്തുകൾ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വളരെ വൻപാപമായി കണ്ടിരുന്ന, വലിയ അപകടമായി കണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് നിസ്സാരമാണ്, നിരന്തരം കാണുന്നത് കൊണ്ട്. അത് മാധ്യമങ്ങൾ നിരന്തരം കാണുന്നത് കൊണ്ട് അതിൻ്റെ ഗൗരവം കുറഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ ആ തെറ്റുകൾ പ്രചരിക്കാൻ കൂടി കാരണക്കാരാകും ഈ ന്യൂനതകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിലക്കിയിരിക്കുകയാണ്. നാലാമത്തെ ഉപദേശം, വല്ലാഹു ഫി ഔനിൽ അബ്ദി, അല്ലാഹു തആല ഒരു അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും. മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, ഒരടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, നേരത്തെ പറഞ്ഞത് ഇത് തമ്മിൽ എന്താ വ്യത്യാസം? നേരത്തെ പറഞ്ഞത് ഒരു പ്രയാസത്തിൽപ്പെട്ട ആളാണ്, ഇത് പ്രയാസത്തിലൊന്നും പെട്ടിട്ടില്ല, സാധാരണ ആളുകളാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടാൻ കാരണമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലെ, നമ്മളധികം ആളുകളും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ, അള്ളാഹുമായി ബന്ധമുള്ള ഇബാദത്തുകളിലൊക്കെ സജീവമായിട്ടുള്ള ആളുകൾ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ യാതൊരു പരിഗണനയും ശ്രദ്ധയുമില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത്. സ്വന്തം രക്തബന്ധുക്കളടക്കം അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലാണ് ആളുകൾ ജീവിക്കുന്നത്. അങ്ങനെ എല്ലാവരും മുഅ്മിനാവേണ്ടത്. അള്ളാഹുവിന് ഹക്കുകളുള്ളതുപോലെ തന്നെ സൃഷ്ടികൾക്കും ഹക്കുകളുണ്ട്, അവരോട് നമുക്ക് ബാധ്യതകളുണ്ട്. അപ്പോൾ ആ ബാധ്യതകൾ നിറവേറ്റിയാൽ അതിൻ്റെ ഫലം എന്താണ്? വല്ലാഹു ഫി ഔനിൽ അബ്ദ്, അള്ളാഹു ഇവനെ സഹായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളോടിപ്പോൾ ഒരാൾ പറയാൻ, നല്ല സമ്പന്നനായ ഒരാൾ, അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭരണാധികാരിയായ ഒരാൾ വന്നിട്ട് പറയാണ്, നീ നാട്ടുകാരെ സഹായിച്ചാൽ ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വളരെ സജീവമായി നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇടപെടും, എല്ലാവരെയും സഹായിക്കും. പക്ഷേ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അല്ലാഹു ഫി ഔനിൽ അബ്ദ്, അള്ളാഹു ഇവനെ സഹായിക്കും. അപ്പോൾ ഇത് ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ സഹായിക്കാൻ തുടങ്ങും. അത് ഒന്നാമതായി സഹായിക്കേണ്ടത് നമുക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരാണ്, പിന്നീട് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, അതുപോലെ നമ്മുടെ ആദർശത്തിൻ്റെ പേരിലുള്ള ബന്ധമുള്ള സഹോദരങ്ങൾ. ഇങ്ങനെ നമ്മോട് അടുപ്പം കൂടുതലുള്ള ആളുകളെ കൂടുതൽ സഹായിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതിനു മുമ്പ് സഹാബത്തിന്റെ അവസ്ഥ നോക്കാം. സഹാബത്ത് എങ്ങനെയായിരുന്നു? സഹാബത്ത് പരസ്പരം സഹായിക്കാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം, സഹായിക്കുമെന്ന് മാത്രമല്ല യുസിറൂന അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനേക്കാൾ തന്റെ സഹോദരൻ അവർ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. അതാണ് ഈസാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്വന്തത്തെക്കാൾ തന്റെ സഹോദരൻ അവർ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. വലൂ കാന ബിഹിം ഖസാസ, സഹായിക്കുന്നവന് എല്ലാം തികഞ്ഞിട്ടല്ല, വലൂ കാന ബിഹിം ഖസാസ, അവർക്ക് അങ്ങേയറ്റത്തെ വിഷമവും പ്രയാസങ്ങളും ഉണ്ടായിരിക്കെ, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിനാണ് ഖസാസ എന്ന് പറയുന്നത്. ദാരിദ്ര്യത്തിന് അറബിയിൽ കുറേ വാക്കുകളുണ്ട്, ഫഖർ,
അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ദർജകളുണ്ട്. അതിൽ വലിയ ദർജക്കാണ്, അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് ഹസാസത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നാലും അവർ സഹായിക്കുമെന്നല്ല, യുസിറൂന അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനേക്കാൾ തന്റെ സഹോദരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. കാരണം ഇതാണ്, അവർക്ക് ഈ പറഞ്ഞ ഹദീസുകളൊക്കെ യഖീനാണ്. അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ പിന്നെ സംശയമില്ല. നമുക്ക് സംശയമാണ്, നമുക്ക് സഹായിക്കുമായിരിക്കും, ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മളൊരു പരീക്ഷണമാണ് അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ശരിയാണോ എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ, ഒരാളെ സഹായിച്ച് നോക്കട്ടെ. ഇങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം. പക്ഷേ സഹാബത്ത് അങ്ങനെയല്ല, അവർക്ക് 100% യഖീനാണ്. അതുകൊണ്ട് അവർ മത്സരിക്കുമായിരുന്നു. അല്ലെ, പലപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ സഹായം അത് നേർക്കുനേരെ മനസ്സിലാവുകയില്ല. നമ്മൾ ഒരാൾക്ക് 10 രൂപ കൊടുത്തു, അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് 10 രൂപ വരിക, അങ്ങനെയല്ല അള്ളാഹിന്റെ സഹായം. അങ്ങനെ ആയാൽ പിന്നെ പരീക്ഷണത്തിന് അർത്ഥമില്ല, എല്ലാവരും മുസ്ലിമാകും, എല്ലാവരും മുഅ്മിനാകും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ സഹായം നമുക്ക് അറിയാത്ത രൂപത്തിലായിരിക്കും. അള്ളാഹു മുസീബത്തുകളിൽ നിന്ന് നമ്മയും നമ്മുടെ ബന്ധുക്കളെയും മറ്റുമൊക്കെ രക്ഷിക്കുന്നുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ദീനിയായി നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരും. ഇങ്ങനെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാത്ത പല സഹായങ്ങളും അള്ളാഹു തആല നമുക്ക് ചെയ്യുന്നുണ്ടാവാം. സഹാബത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം, ഒരു സംഭവം ഇമാം ബുഖാരി മുസ്ലിമും ഇദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം. ഒരിക്കലും ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് യാത്ര പോവുകയാണ്. അങ്ങനെ ആ യാത്രാ സംഘത്തിൽ നോമ്പ് നോറ്റവരുണ്ട്, നോമ്പ് മുറിച്ച ആളുകളുണ്ട്, നോമ്പില്ലാത്ത ആളുകളുണ്ട്. ഒന്നുകിൽ സുന്നത്ത് നോമ്പാവാം, അല്ലെങ്കിൽ റമദാനാണെങ്കിലും നമുക്കറിയാം യാത്രയിൽ നോമ്പ് മുറിക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ നോമ്പ് നോറ്റ ആളുകൾ അവർക്ക് സ്വാഭാവികമായും ക്ഷീണം ഉണ്ടാവും. നോമ്പില്ലാത്ത ആളുകൾ വളരെ ആവേശപൂർവ്വം ഇവർക്ക് വേണ്ട ഖിദ്മത്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇവരെ സഹായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ദഹബൽ മുഫ്തിറൂന അൽ-യൗമ ബിൽ അജ്ർ, ഇന്നത്തെ കൂലി നോമ്പില്ലാത്തവർക്കാണ്, അവർ നോമ്പ് മറ്റവരെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, താബിഈയായ വലിയൊരു പണ്ഡിതനാണ് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ. അദ്ദേഹം പറയുന്നു, സഹിബ്തു ഇബ്നു ഉമർ ഫി സഫർ, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ യാത്രയിൽ സഹവസിച്ചു. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഏകദേശം 20-നോടടുത്ത പ്രായമേ ഉണ്ടാവുകയുള്ളൂ, 20 വയസ്സ് ഏകദേശം. അപ്പോൾ അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കാൻ വേണ്ടി താബിഈങ്ങൾ മത്സരിക്കുമായിരുന്നു, കാരണം അദ്ദേഹം ദീർഘകാലം പിന്നീട് ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാനും അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതാണ് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ പോയി, അഖ്ദിമഹു, അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യുകയാണ് ലക്ഷ്യം. കാരണം സഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ ആലിമാണ്, പ്രായം കുറവാണെങ്കിലും ഒരു ആലിമാണ്. ഫകാന യഖ്ദിമുനി, പക്ഷെ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യുകയായിരുന്നു എന്നാണ് മുജാഹിദ് റഹിമഹുല്ലാ പറയുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, സാലിഹ്യങ്ങളായ പല ആളുകളും അവരുടെ ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാം, അവർ യാത്ര പുറപ്പെട്ടാൽ, ഹജ്ജിനൊക്കെ പുറപ്പെട്ടാൽ അവർ ഷർത്ത് പറയും, കൂടെ പോകുന്ന ആളുകളോട് അവർ നിബന്ധന പറയും, എന്താണ്, യാത്രയിലെ മുഴുവൻ ചെലവും ഞാനായിരിക്കും വഹിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ, അത് സമ്മതിച്ചാൽ മാത്രമേ അവർ യാത്രയിലെ ആളുകളെ കൂടെ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ. അദ്ദേഹം ഹജ്ജിന് പോവുകയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരെ വിളിക്കും, ഹജ്ജിന് പോകാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരോട് പറയും, ഒരു പെട്ടി വെച്ചിട്ട് അവരുടെയൊക്കെ ചെലവിനുള്ള സംഖ്യ പൈസ ആ പെട്ടിയിൽ വെക്കാൻ പറയും, എന്നിട്ട് ഒന്നിച്ച് ചെലവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ഈ സംഖ്യയൊക്കെ ആ പെട്ടിയിൽ വെക്കും. എന്നിട്ട് അദ്ദേഹമാണ് അത് കൈകാര്യം ചെയ്യുക. യാത്രയിൽ മുഴുവൻ അദ്ദേഹം വേണ്ടതൊക്കെ ചെലവഴിക്കും. തിരിച്ചു വരുമ്പോൾ ആ പെട്ടി തുറന്നിട്ട് അവരുടെ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ചെലവെടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകും. അങ്ങനെ അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവിൽപ്പെട്ട അത്രയും കഴിയുന്ന പോലെ സഹായിക്കുക, അത് ചെറുതാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഇത്തഖുന്നാറ ഒരു ബിശഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകം സൂക്ഷിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിച്ചാൽ അതിന്റെ ഫലം നമുക്ക് ദുനിയാവിൽ തന്നെ കാണാൻ പറ്റും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, അദ്ദേഹം ആളുകളെ സഹായിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുകയാണ്, കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ഹദീസ് സത്യമാണ്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം അന്വേഷിച്ച് നടക്കുമായിരുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ എന്ന്. അടുത്ത ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരാണോ ഇൽമ അന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്നത്, സഹലല്ലാഹു ലഹു ബിഹി, അള്ളാഹു അത് കാരണം അവൻ എളുപ്പമാക്കി കൊടുക്കും, തരീഖൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി. ഇത് ഇൽമ പഠിക്കാനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് ഈ ഹദീസ്. ഇൽമ പഠിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. ഇതിനേക്കാൾ വലിയ എന്ത് ലക്ഷ്യമാണ് നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് സ്വർഗം. അതിനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കും ഇൽമ പഠിക്കുന്ന ഒരാൾക്ക്. ഈ ഇൽമ പഠിക്കാൻ പുറപ്പെടുക എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. മൻ സലക തരീഖൻ, ആരാണോ ഇൽമ പഠിക്കാൻ ഒരു വഴിയിൽ പ്രവേശിച്ചത്,
അപ്പോൾ സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനുശേഷമുള്ള കാലങ്ങളിലും ഇന്നും ഇൽമു പഠിക്കാൻ യാത്ര ചെയ്യേണ്ടി വരും. കാരണം ഇൽമു എന്ന് പറയുന്നത് വളരെ സുലഭമായി എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല. അത് ഇൽമു എന്ന് പറയുന്നത് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന നിഅമത്താണ്. സഹാബത്തിന്റെ കാലത്ത് തന്നെ അവർ പണ്ഡിതന്മാരായി എണ്ണിയിരുന്ന ആളുകൾ, ഫത്വ കൊടുത്തിരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഉലമാക്കളുടെ എണ്ണം എപ്പോഴും കുറവായിരിക്കും. അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അവരന്വേഷിച്ച് യാത്ര ചെയ്യേണ്ടി വരും. അതാണ് ഇൽമ അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇൽമ് ഉലമാക്കളിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം. അതല്ല ഒരു കിതാബ് എടുത്ത് വായിച്ചാൽ നമുക്ക് ഇൽമു കിട്ടുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വഴിയിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. ഒരു കിതാബ് എഴുതി അത് എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുത്താൽ മതി, എല്ലാവരും അതിൻ്റെ ഒരു കോപ്പി വാങ്ങിയാൽ. പണ്ട് കാലത്തെ പ്രിന്റിംഗ് ഇല്ലെങ്കിലും പകർപ്പ് എഴുതുന്ന പരിപാടിയുണ്ട്. അങ്ങനെ എഴുതി ഓരോരുത്തർക്കും ഖുർആനും ഹദീസും അവനവൻ്റെ വീട്ടിൽ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല ഇസ്ലാമിൽ ഇൽമു പഠിക്കേണ്ടത് എന്നും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇവിടെ ഇൽമു അന്വേഷിച്ച് യാത്ര ചെയ്യുക എന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സുലൂക്കുൻ ഹിസ്സി, സുലൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഇൽമു അന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹിസ്സിയായി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാവുന്ന യാത്ര. നമ്മൾ സാധാരണ ഇൽമു അന്വേഷിച്ച് ഒരു ആലിമിന്റെ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര പോവുക, ചിലപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക്, നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു നാട്ടിലേക്കൊക്കെ പോകുന്ന ആ യാത്രക്ക് അത് ഇതിലുൾപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഖുർആന്റെ ഹലക്ക നടക്കുന്നു, അങ്ങനെ ആ പള്ളിയിലേക്ക് നമ്മൾ നടന്നു പോകുന്നത് അത് ഇതിൽപ്പെടും. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരുന്ന് ഇപ്പോൾ ഖുർആനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട്, അത് ഒന്നിച്ചിരുന്ന് നമുക്ക് പരസ്പരം ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി അടുത്ത ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അതിൽപ്പെടും. ഇങ്ങനെയുള്ള യാത്രകൾ സാധാരണ യാത്ര. രണ്ടാമത്തത് മഅനവിയായ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത യാത്ര എന്ന ആ വിശാലമായ അർത്ഥത്തിൽപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുന്നു, അവൻ ഇൽമു അന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആ പുസ്തകം തുറക്കുന്നതും വായിക്കുന്നതുമാണ് മാർഗം എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ കാലത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന ക്ലാസ്സുകൾ, റെക്കോർഡിങ്ങുകൾ, അത് കേൾക്കുക എന്നുള്ളത് അത് ഇൽമു അന്വേഷിച്ച് നടത്തുന്ന യാത്രയാണ്. നേർക്ക് നേരെ കണ്ടുകൊണ്ട് നമ്മൾ കാണുന്ന സാധാരണ അർത്ഥത്തിലുള്ള യാത്രയല്ലെങ്കിലും ഈ ഹദീസിന്റെ താല്പര്യത്തിൽ അതും ഉൾപ്പെടും. ഇനി ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക്, ഇൽമു അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇവിടെ പ്രതിഫലമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? പണ്ഡിതന്മാർ ഈ ഒരു വാചകത്തെ വിശദീകരിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് 5 രൂപത്തിലാവാം. ഒന്നാമത്തേത്, അവൻ പഠിക്കുന്ന ആ ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും. കാരണം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇൽമു പഠിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കുമെന്ന് പറഞ്ഞാൽ ആ ഇൽമു അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആൻ വൃത്തിയായി നോക്കി ഓതാൻ അറിയാത്ത ഒരാൾ, തജ്വീദ് അറിയാത്ത ഒരാൾ, അക്ഷരങ്ങൾ ശരിക്കും വായിക്കാൻ അറിയില്ല. അത് വായിക്കാൻ ഒരാൾ ശ്രമിക്കുന്നു, അത് മറ്റൊരാളുടെ അടുത്ത് പോയി പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചാൽ അള്ളാഹു അവന് അത് എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ ഏതൊരു ഇൽമും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതി അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ല എന്ന് കരുതി പഠിക്കാതിരിക്കരുത് എന്നൊരു സൂചനയുണ്ട് ഈ പറഞ്ഞതിൽ. കാരണം അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എന്ന് പറഞ്ഞാൽ ആ പഠനം അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഈ ആശയം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖമറിൽ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ചില സലഫുകൾ പറഞ്ഞതായി ഒരു അസർ ഉദ്ധരിച്ചത് കാണാം. ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം, നേർക്ക് നേരെയുള്ള അർത്ഥം എന്താണ്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആൻ അല്ലാഹു തആല എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ഇത് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഇത് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു അസർ കാണാം, ഹൽ മിൻ താലിബി ഇൽമിൻ ഫയുആന അലൈഹി, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ, താലിബുൽ ഇൽമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, ഫയുആന അലൈഹി, അവനെ അള്ളാഹു സഹായിക്കാൻ വേണ്ടി എന്ന് ആണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ പഠിക്കുന്ന ഇൽമു അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും. രണ്ടാമത്തെ രീതി എന്താണ്? ഇൽമു പഠിക്കുക എന്നുള്ളത് ഒരു സൽക്കർമ്മമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ കിതാബിന്റെ തന്നെ മറ്റ് ഹദീസുകളുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തായ കർമ്മം ഏതാണെന്ന കാര്യത്തിൽ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത് തലബുൽ ഇൽമാണ്. ഫർദുകൾ കഴിഞ്ഞാൽ ഇൽമു പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത്, സൽക്കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. നന്മകൾ ചെയ്യുക, തിന്മകൾ ഒഴിവാക്കുക. നമ്മുടെ മീസാനിൽ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുക, സയ്യാത്തുകൾ കുറയ്ക്കുക. അപ്പോൾ ഈ പോകുന്ന പോക്ക് ഒരു ഹസനത്താണ്. അപ്പോൾ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക എന്ന് പറഞ്ഞാൽ
അവൻ്റെ ആ യാത്രയും അവൻ്റെ പരിശ്രമവും ഒക്കെ അള്ളാഹു സ്വീകരിക്കുകയും അവൻ്റെ ഹസനാത്തുകൾ അത് ഉൾപ്പെടുത്തുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതിൻ്റെ മൂന്നാമത്തെ രൂപം, അള്ളാഹു അവന് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. ഇൽമു പഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകും. കാരണം അമലുകൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അള്ളാഹു അവന് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൽമു പഠിക്കുന്ന ഒരാൾ അവൻ ഇൽമിൻ്റെ മജ്ലിസുകളിൽ എന്താണ് കേൾക്കുക? ഇന്ന കാര്യം നന്മയാണ്, ഇന്ന കാര്യം തിന്മയാണ്. ആ പറയുന്ന നന്മ അതവൻ ചെയ്യും. അത് ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാത്ത ഒരാൾ അവനത് നന്മയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം തിന്മയാണെന്ന് അറിഞ്ഞാൽ പോലും പഠിക്കുന്ന ഒരാൾ ചെയ്യുന്നത്രയും അമൽ ചെയ്യാനുള്ള ആ ഒരു തൗഫീഖ് കുറവായിരിക്കും പഠിക്കാത്ത ഒരാൾക്ക്. എന്തുകൊണ്ടാണ്? ആവർത്തിച്ച കാര്യം കേൾക്കുമ്പോൾ അവനത് അമൽ ചെയ്യും. നമ്മൾ തന്നെ നമുക്ക് ചെറുപ്പം മുതലേ അറിയുന്ന പല കാര്യങ്ങളും വർഷങ്ങളോളം നമ്മൾ അത് അമൽ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാകും. പിന്നീട് എന്തെങ്കിലും ഒരു ദർസിൽ പങ്കെടുത്തപ്പോൾ ഇൽമിൻ്റെ ഒരു സദസ്സിൽ വെച്ച് നമ്മളത് കേൾക്കുമ്പോൾ ആ അമൽ ചെയ്യാനുള്ള ബോധം ഓർമ്മയും നമുക്കുണ്ടാകും. അപ്പം അങ്ങനെ അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. അതുപോലെ തന്നെ മാസിയത്തുകൾ, നമുക്ക് തെറ്റാണെന്ന് അറിയുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ടാകും. പക്ഷെ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഒരു ഇൽമിൻ്റെ സദസ്സിൽ വെച്ച് കേട്ടാൽ നമ്മളത് ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏത് ഇൽമാണോ പഠിക്കാൻ പുറപ്പെട്ടത് അതല്ലാത്ത വേറെ ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒരു അസറിൽ കാണാം, മുൻഗാമികൾ പറഞ്ഞതായി കാണാം, മൻ അമില ബിമ അലിം, ആരാണോ തനിക്ക് കിട്ടിയ ഇൽമ അനുസരിച്ച് അമൽ ചെയ്തത്, ഔറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം, അവനില്ലാത്ത ഇൽമ അല്ലാഹു വേറെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇൽമ പഠിക്കുന്നവർക്ക് അല്ലാഹു അവൻ മനസ്സിൽ കാണാത്ത അറിവുകൾ അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഇൽമ അവൻ വർദ്ധിച്ചു കിട്ടിയാൽ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുകയും അപ്പം ഇങ്ങനെ അവൻ്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതും ഈ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും എന്ന് പറഞ്ഞതിൽ പെടും. അഞ്ചാമത്തെ ഒരു കാര്യം ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ ഹദീസിന്റെ അക്ഷരാർത്ഥത്തിലുള്ള താല്പര്യം, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് പറഞ്ഞാൽ മഹ്ശറിൽ നിന്ന് അവന് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കും മലക്കുകൾ, അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി ആക്കും എന്ന ഒരാശയമാണ് ഈ ഹദീസിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഇൽമു പഠിച്ച ഒരാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്നും പറഞ്ഞത് കാണാം. ഇതൊക്കെ സംഭവിക്കും ഇൽമു പഠിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ. അപ്പോൾ ത്വലബുൽ ഇൽമിന്റെ ഫദ്ല് ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം. അപ്പോൾ നമ്മുടെ ഫഹ്മ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണെങ്കിലും, അതുപോലെ നമ്മുടെ പ്രായം കൂടുതലാണെങ്കിലും, നമ്മുടെ സമയം കുറവാണെങ്കിലും, ഇങ്ങനെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇൽമു പഠിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാൻ ഈ ഹദീസ് മതി. കാരണം ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചൊരു ആലിമാവാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ ധാരാളമാണ്, അല്ലെ? നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കുക, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക എന്നുള്ളത്, അതാണ് ത്വലബുൽ ഇൽമിന്റെ അടിസ്ഥാന ലക്ഷ്യം. പിന്നെ ഒരു ആലിമായി മാറുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ അവരെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരാളായി മാറുക എന്നുള്ളതൊക്കെ അതൊക്കെ രണ്ടാമത് വേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഉലമാക്കളുടെ സംസാരം നോക്കിയാൽ കാണാം, അവർ ഇൽമു പഠിക്കുന്ന ആളുകളെ ഉപദേശിക്കുമ്പോഴൊക്കെ ഇൽമു പഠിക്കുമ്പോൾ നല്ല നിയ്യത്ത് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇഖ്ലാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് ഒന്നാമത് പറയുന്ന കാര്യം? അവർ പറയാ, ഇൽമു പഠിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എങ്ങനെയാണോ എന്ന് പറയുമ്പോൾ റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി, അല്ലെ? ഉലമാക്കൾ എല്ലാവരും പറയുന്ന ഇതേ വാക്കുകളാണ് അവർ പറയാം. ആദ്യം സ്വന്തം ജഹൽ ഇല്ലാതെയാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ റഫ്ഉൽ ജഹ്ലി അൻ ഗൈരിഹി, മറ്റുള്ളവരുടെ ജഹൽ ഇല്ലാതെയാക്കുക. പഠിച്ച് ആ കിട്ടിയ അറിവ് നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം, സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. മൂന്നാമത്തേത് അൽ അമലു ബിൽ ഇൽം, ഈ ഇൽമു കൊണ്ട് അമൽ ചെയ്യുക. ആ അമല് നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കും. നാലാമത്തേതാണ് അവർ പറയാറുള്ളത് ഹിഫ്ദു ശരീഅ, ഈ ശരീഅത്തിനെ സംരക്ഷിക്കുക, അങ്ങനെ ദഅവത്ത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൽമു പഠിക്കുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനോട് നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം അത് എല്ലാവർക്കും ബാധകമാണ്. വലിയ സംസാരിക്കാനുള്ള കഴിവ് ഇല്ലാത്ത ഒരാളാണെങ്കിലും, ഓർമ്മശക്തി കുറവാണെങ്കിലും, ഓർമ്മയില്ലാത്തവനാണെന്ന് വിചാരിച്ച് സ്വർഗം വേണ്ടെന്നില്ലല്ലോ. അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തലബുൽ ഇൽമ് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന കാര്യമാണ് തലബുൽ ഇൽമ് എന്ന് ഹദീസിൽ നിന്ന്, ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ഇമാമിയങ്ങളുടെ ചരിത്രത്തിലൊക്കെ കാണാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മജ്ലിസിൽ 5000 ആളുകൾ ഇരിക്കാറുണ്ടായിരുന്നു. അതിൽ 500 പേരുടെ കയ്യിലാണ് പേന ഉണ്ടാവുക. പേന എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വരുന്നവരുടെ അടയാളമാണ് പേന എന്ന് പറയുന്നത്. അല്ലാത്ത ആളുകൾ അവർ പഠിക്കാൻ വരുന്നവരല്ല, അവർ കേൾക്കാൻ വരുന്നവരാണ്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ സദസ്സിലുള്ള വലിയൊരു ശതമാനം ആളുകളും അവർ ഇമാം അഹ്മദിന്റെ
അദബ് കണ്ടുപഠിക്കാൻ വേണ്ടി വരുന്നവരായിരുന്നു എന്നാണ് മുൻഗാമികൾ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ പറയുന്നത്. അടുത്ത ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത വാചകം എന്താണ്? മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിന്റെ വീടുകളായ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഒരു ഖൗമ്, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന. നമ്മൾ നേരത്തെ ഈ ഹദീസിന്റെ അർത്ഥം പറഞ്ഞു, അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഹദീസിൽ പറയുന്ന, അല്ലെങ്കിൽ ഈ വാചകത്തിൽ പറയുന്ന കാര്യം എന്താണ്? ഖുർആന്റെ ഹലക്കകൾ, അല്ലെങ്കിൽ ഹലഖത്തു ദിക്ർ, ദിക്റിന്റെ സദസ്സുകൾ, അതിന്റെ മഹത്വം, അതാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഹിലഖു ദിക്ർ, ദിക്റിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചില ആളുകൾ ഇത് തെളിവാക്കിയിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് ജമാഅത്തായി ദിക്ർ ചെല്ലുന്നത്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടി ദിക്ർ ചെല്ലുന്നതിന് ഈ ഹദീസ് തെളിവാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ഹദീസോ ഒരു ആയത്തോ മാത്രമല്ല ഉള്ളത്, വേറെയും ആയത്തുകളും ഹദീസുകളും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ആയത്തും ഹദീസും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പ്രായോഗികമായി കാണിച്ചു തന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഹിലഖു ദിക്ർ എന്താണ്? അങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു സദസ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് തെളിവാണ്. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചാലും അത് നമുക്ക് തെളിവാണ്. അത് ചെയ്യരുത് എന്നതിന്റെ തെളിവാണ്. തടസ്സമില്ലാഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഉപേക്ഷിച്ചാൽ, പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല അല്ല, ചില ആൾക്കാർ ചോദ്യം ചോദിക്കും, അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് തടസ്സമില്ലാതെ എന്ന് ആദ്യമേ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാറുണ്ടോ, ബസ്സുണ്ടോ? അതിനൊക്കെ തടസ്സമുണ്ട്. കാർ ഉപയോഗിക്കാൻ അന്ന് തടസ്സമുണ്ട്, ബസ് ഉപയോഗിക്കാൻ തടസ്സമുണ്ട്. പക്ഷേ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് ദിക്ർ ചെല്ലാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സമില്ല. എന്നിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനാണ് അസ്സുന്നത്തു തർക്കിയ്യ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? അന്നത്തെ ദിക്റിന്റെ സദസ്സുകൾ എന്തായിരുന്നു? 2-3 ആളുകൾ കൂടിയിരുന്ന് പരസ്പരം ഇൽമു പഠിപ്പിക്കുമായിരുന്നു. ഖുർആൻ ഒരാൾ ഓതിക്കൊടുക്കും, മറ്റേയാൾ തെറ്റിദ്ധരിക്കും, വീണ്ടും അയാൾ ഇങ്ങോട്ട് ഓതിക്കൊടുക്കും. ഇതുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ കൂടെ ഓതാറുണ്ടായിരുന്നു. അതുപോലെ സഹാബത്ത് പരസ്പരം ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ ഹിലഖു ദിക്ർ എന്ന് പറയുന്നത്. കാരണം ദിക്ർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നാവ് കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ മാത്രമല്ല. ദിക്ർ എന്നുള്ളത് വിശാലമായ ആശയമുള്ള വാക്കാണ്. ഖുർആനെ കുറിച്ച് ഖുർആനിൽ ദിക്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ഇൽമിനെ കുറിച്ച് ദിക്ർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഹിലഖു ദിക്ർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഹിലഖുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്ന ഹലക്കകൾ. അപ്പോൾ അതിന് അവസരം കിട്ടിയാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഹലക്കകൾ പള്ളിയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിലൊക്കെ പള്ളികളുണ്ടെങ്കിൽ അവിടെ ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ ഹിഫ്ളും അതുപോലെ തന്നെ ഖുർആന്റെ തഫ്സീറും ഒക്കെ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. അത് വലിയ ഫദ്ലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകൾ, നമ്മൾ ഇരിക്കുന്നത് പോലെയുള്ള സദസ്സുകൾ, ഹലാൽ ഹറാം പഠിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ കലാം പഠിക്കുന്ന എല്ലാ സദസ്സുകളും ഹിലഖു ദിക്ർ എന്നതിൽപ്പെടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിലഖു ദിക്ർ എന്ന ഈ വാക്ക് ഉപയോഗിച്ചാൽ, അതിന്റെ ഫദ്ലുകളെ കുറിച്ചൊക്കെ പറയപ്പെട്ടാൽ അദ്ദേഹം പറയുമായിരുന്നു, അമാ ഇന്നി ലാ അനി അൽ ഖുസ്സാസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ദിക്റിന്റെ സദസ്സുകളിൽ മജ്ലിസ് ദിക്ർ അതിന് ഇന്ന ഫദ്ലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തുടർന്ന് അദ്ദേഹം പറയുമായിരുന്നു, ലാ അനി അൽ ഖുസ്സാസ്, ഞാൻ ഖുസ്സാസിനല്ല ഉദ്ദേശിക്കുന്നത്. ഖുസ്സാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാസ് എന്ന് പറയുന്നതിന്റെ ജമാണ്. ഖാസ് എന്ന് പറഞ്ഞാൽ കഥ പറയുന്നവൻ. എന്താ കഥ പറയുന്നവൻ എന്ന് പറഞ്ഞാൽ? ഉപദേശിക്കുന്ന, വഅള് പറയുന്ന ആളുകൾ. വഅള് എന്ന് പറയുന്നത് ആവശ്യമാണ്, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മുൻഗാമികൾ ഇങ്ങനെ വഅള് പറയുന്ന ആളുകളെ ആക്ഷേപിക്കുമായിരുന്നു 2 കാരണങ്ങൾ കൊണ്ട്. അവരെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, നേരെ മറിച്ച് അന്ന് കൂടുതലും ഉപദേശിക്കാൻ നടന്നിരുന്ന ആളുകൾക്ക് 2 കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ കഥ പറയുന്നത് കൂടുതലായിരിക്കും, ആയത്തും ഹദീസും വളരെ കുറവും, കഥകൾ വളരെ കൂടുതലുമായിരിക്കും. രണ്ടാമത്തേത്, ഈ കഥകൾ പലതും കളവായിരിക്കും. ഈ 2 പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇന്നും അത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ? പച്ച കളവായിരിക്കും പറയുന്നത്, കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നത് കളവായിരിക്കും. അത് ഹദീസ്, മൗദൂആയ ഹദീസായിരിക്കും, ചിലപ്പോൾ നാട്ടിൽ നടക്കുന്ന കഥകളായിരിക്കും, കളവായിരിക്കും. അതുപോലെ തന്നെ വലിച്ചു നീട്ടി ആയത്തും ഹദീസും ഇല്ലാതെ, മുൻഗാമികളുടെ വാക്കുകളില്ലാതെ അവരുടെ വകയായിരിക്കും കൂടുതലും സംസാരം. ഇങ്ങനെയുള്ള ഉപദേശകന്മാർ, വാഇദീങ്ങൾ മോശക്കാരാണ്. നേരെ മറിച്ച് ഖുർആനും ഹദീസും പ്രധാനമായി ഉദ്ധരിക്കുകയും അതോടൊപ്പം കഥകളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് ഉപദേശിക്കുന്ന ആളുകൾക്ക് ഈ ആക്ഷേപം ബാധകമല്ല. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഇങ്ങനെയുള്ള കഥ പറച്ചിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് മജാലിസുൽ ഹലാലി വൽ ഹറാം ലാ അനി അൽ ഖുസ്സാസ് വലാകിൻ ഹിലഖുൽ ഫിഖ്, ഫിഖ്ഹിന്റെ സദസ്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിഖ്ഹിന്റെ സദസ്സുകൾ, കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന സദസ്സുകൾ, അതാണ് ദിക്ർ ഹൽക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുൻഗാമിയായ അഫാ അൽ ഖുറാസാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മജാലിസുൽ ദിക്ർ, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മജാലിസുൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാമുകൾ പഠിപ്പിക്കുന്ന സദസ്സാണ്.
മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് രണ്ടിനും വഅദ് എന്ന് പറയും എന്ന കാര്യം. വഅദന റസൂലുള്ളാഹി എന്ന് പറയുന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വഅദ് എന്നുള്ള വാക്ക് പരലോകത്തെക്കുറിച്ചും അമലുകളുടെ പ്രതിഫലത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന സാധാരണ പറയുന്ന വഅദിന് പറയും. അതേ വാക്ക് തന്നെ ഫിഖ് പഠിപ്പിക്കുന്നതിന് ഹലാൽ ഹറാം പഠിപ്പിക്കുന്നതിനും വഅദ് എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദാലികും തുഅദൂന ബിഹി എന്ന് ത്വലാഖിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹലാൽ ഹറാമിന്റെ സദസ്സാണ് കൂടുതൽ ഫദലുള്ളത്. അതിന്റെ ഒരു കാരണവും നമ്മൾ പറഞ്ഞു, പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഹലാൽ ഹറാമുകൾ പഠിച്ചാൽ, അള്ളാഹുവിന്റെ ഹുദൂദുകൾ ദീനിന്റെ നിയമങ്ങൾ പഠിച്ചാൽ അത് നമുക്ക് ദീർഘകാലത്തേക്ക് ഉപകാരപ്പെടും. അത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ദീനിയായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകൾ, അവരുടെ സംസാരം കേട്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ടാകും. ഹലാലും ഹറാമും പഠിച്ച് ഖുർആൻ ഹിഫ്ലാക്കാൻ ശ്രമിച്ച്, അതുപോലെ ഖുർആന്റെ തഫ്സീറൊക്കെ വായിക്കാൻ ശ്രമിച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവർക്കായിരിക്കും കൂടുതലും ദീർഘകാലം അവരുടെ ഈമാൻ നിലനിൽക്കുക. മറ്റുള്ള ആളുകൾ അവർ ആ സദസ്സിൽ അപ്പം ഇരുന്ന് കരയും, ചിലപ്പോൾ ഉടനെ വലിയ ഹസനാത്തുകൾ എന്തെങ്കിലും ചെയ്യും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഈ സംസാരത്തിന്റെ അവരുടെ ഈ കൂടിയ ഈമാൻ പെട്ടെന്ന് കുറയുന്നത് കാണാൻ പറ്റും. ഈ അവർ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ് അല്ലെ. നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഒരു സദസ്സിലിരുന്നാൽ നമ്മുടെ ഈമാൻ പെട്ടെന്ന് കൂടും. ഒരു ആവേശത്തിൽ പ്രസംഗിക്കുന്ന ഒരാളുടെ പ്രസംഗം കേട്ടാൽ ഈമാൻ പെട്ടെന്ന് കൂടും. കുറച്ചു നേരം കഴിഞ്ഞാൽ അത് അതേപോലെ ചോർന്നു പോകുന്നത് കാണും. അതേപോലെ ഒരു ആലിമിന്റെ സദസ്സിലിരുന്നാൽ ആ സംസാരത്തിന് അപ്പോൾ വലിയ മധുരവും ആകർഷണീയതയും ഒന്നും തോന്നുകയില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാകും, അന്ന് ഈ ആലിം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നത്. അപ്പോൾ ഈ സദസ്സുകളാണ്, ഇൽമിന്റെ സദസ്സുകളാണ് യഥാർത്ഥത്തിൽ മജാലിസ് ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം പറയാൻ അത്താൽ ഖുറാസാനി പറയുകയാണ്, മജാലിസ് ദിക്ർ എന്ന് പറഞ്ഞാൽ ഹലാൽ ഹറാമിന്റെ മജ്ലിസുകളാണ്. കൈഫ തശ്തരി വ തബീ, നീ എങ്ങനെ വാങ്ങും എങ്ങനെ വിൽക്കും അല്ലെ. വിൽക്കാനും വാങ്ങാനും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, കച്ചവടത്തിന്റെ നിയമങ്ങൾ. അതറിയാത്തവർ കച്ചവടം ചെയ്താൽ അവർ പലിശയിൽ പെട്ടുപോകും. പലിശ എന്ന് പറഞ്ഞാൽ കടം കൊടുത്തിട്ട് കൂടുതൽ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുക. ഇത് മാത്രമല്ല പലിശ എന്ന് പറയുന്നത്. പലിശക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോയിട്ട് പലിശയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഫിഖിന്റെ കച്ചവടത്തിനെ കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. എന്നിട്ട് അതറിയാത്ത കച്ചവടക്കാരോട് പറയും, കും എഴുന്നേറ്റ് പോ, മുസ്ലിമീങ്ങളെ നീ പലിശ തീറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാർക്കറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ കൈഫ തശ്തരി വ തബീ, എങ്ങനെയാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. വതുസല്ലി വതുസൂം, എങ്ങനെയാണ് നിസ്കരിക്കുക നോമ്പ് നോൽക്കുക. വതൻകിഹു വതുതല്ലഖ്, എങ്ങനെയാണ് വിവാഹം കഴിക്കുക, എങ്ങനെയാണ് തൊലാഖ് ചെയ്യുക. അതിനൊക്കെ നിയമങ്ങളുണ്ട് അല്ലെ. തൊലാഖൊക്കെ തോന്നിയതുപോലെയാണ്, അങ്ങനെയല്ല. ഇസ്ലാമിൽ അതിന് നിയമങ്ങളും വ്യവസ്ഥയുമുണ്ട്. വതഹജ്ജ്, എങ്ങനെ ഹജ്ജ് ചെയ്യണം. വഅശ്ബാഹു ഹാദാ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇതാണ് മജാലിസ് ദിക്ർ എന്ന് പറയുന്നത്. അബു സിവാർ അൽ അദവി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു സദസ്സിലിരുന്ന് ഇങ്ങനെ ഉപദേശിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുകയായിരുന്നു, ഫിഖ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു യുവാവ്, കൂട്ടത്തിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടെ അടുത്തിരിക്കുന്ന ഒരാൾ മസ്ജിദിൽ, അദ്ദേഹം പറഞ്ഞു, ഖൂലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞൂടെ. ഈ നജസ് എന്താണ്, അതുപോലെ തന്നെ ഹൈദ് നിഫാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ്, നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞൂടെ എന്ന് ഇദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഈ ആലിമ് അദ്ദേഹത്തോട് പറഞ്ഞു, വൈഹക് ഫീ അയ്യി ഷൈഇൻ കുന്നാ ഇദൻ, നിനക്ക് നാശം, ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന പരിപാടി തന്നെയാണ് അള്ളാഹുവിന്റെ ശരീഅത്ത് ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ. ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് ഇൽമ് തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ ഇതാണ് മജാലിസ് ദിക്ർ എന്നതിന്റെ ഉദ്ദേശം. ഇനി ഇവിടെ പറഞ്ഞത് ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് എന്നാണ്. ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിന്റെ വീടുകൾപ്പെട്ട ഒരു വീട്. അപ്പോൾ പള്ളിക്കുള്ള ഇസ്ലാമിലെ സ്ഥാനം എന്ന് മനസ്സിലാക്കാം. പള്ളിയെ കുറിച്ച് പറയുന്നത് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീട് എന്നാണ്. ഈ ലോകത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളും ആരുതാണ്, നമ്മളൊക്കെ വീട് ആരുതാണ്, അള്ളാഹിന്റെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പള്ളിയെ കുറിച്ച് ബൈത്തുല്ലാഹ് എന്ന് പറഞ്ഞു? അതാണ് ഇളാഫത്തു തശ്രീഫ് എന്ന് പറയുന്നത്. ഈ പള്ളിക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ആദരവ് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കലിമത്തുല്ലാ എന്ന് പറഞ്ഞ പോലെ ഈസാ അലൈഹി ഇസ്ലാമിനെ കലിമത്തുല്ലാ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പിന്നെ ആരെ കലിമത്താ? എന്താണ് കലിമത്തുല്ലാ എന്ന് പറഞ്ഞാൽ? അള്ളാഹ് കുൻ എന്ന് പറഞ്ഞു, ഈസാ നബി ഉണ്ടായി. നമ്മൾക്ക് അങ്ങനെ ഉണ്ടായത് അള്ളാഹു കുൻ എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് നമ്മളും ഉണ്ടായത്. പക്ഷെ എന്തുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കലിമത്തുല്ലാ എന്ന് പറഞ്ഞു? തശ്രീഫ്, അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തിയതാണ്. അപ്പോൾ അതുപോലെ നാഖത്തുല്ലാ, സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു ഇറക്കിയ ആ ഒട്ടകത്തിനെ പറ്റി നാഖത്തുല്ലാ എന്ന് പറഞ്ഞു. എല്ലാ ഒട്ടകവും അള്ളാഹിൻ്റെതാണ്. ആ ഒട്ടകത്തിന്റെ പ്രത്യേകത കാരണം അതിന്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പൊ മസ്ജിദിന്റെ സ്ഥാനം അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് മസ്ജിദിനോട് സ്നേഹമുള്ള ആളുകൾ അവർക്ക് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുന്നത്. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. പക്ഷേ ഒരു ചോദ്യം, ഇപ്പോൾ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത് മസ്ജിദിലിരുന്ന് എൽമ പഠിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഫضലാണ് പറഞ്ഞത്. ഇത് മസ്ജിദിലല്ലാതെ ഇരുന്നാലോ, വീട്ടിലിരുന്നാലോ? ഇപ്പോൾ നമുക്ക് പലപ്പോഴും പള്ളിയിൽ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല, വളരെ പരിമിതമായ അവസരങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് ഖുർആൻ പഠിച്ചാൽ, പരസ്പരം ഓതി കൊടുത്താൽ
അല്ലെങ്കിൽ ഒരു ദർസ് നമ്മൾ കേട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിലിരുന്ന് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ഈ പറഞ്ഞ ഫദ്ലിന് അർഹമാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഹദീസിൽ പറഞ്ഞ ഫീബൈത്തും ബുയൂത്തില്ല എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്: സക്കീനത്ത്, റഹ്മത്ത്, മലായിക്കത്തിന്റെ സാന്നിധ്യം. ഈ കാര്യങ്ങൾ അവർക്ക് കിട്ടുമല്ലേ? ഈ ഹദീസിൽ പറഞ്ഞത് പള്ളിയിൽ നിന്നാണ്. അപ്പോൾ പള്ളി അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പ്രതിഫലം കിട്ടുമോ അല്ലേ? കിട്ടും എന്നതാണ് ശരി. എന്തുകൊണ്ട്? നമുക്ക് തെളിവ് വേണമല്ലോ. ഹദീസിൽ പറഞ്ഞത് പള്ളിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് പള്ളി മാത്രമായാലും ശരിയാവില്ല, നമുക്ക് പള്ളിയിൽ ഇപ്പോൾ പെർമിഷൻ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് പള്ളി പോരാ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താണ് തെളിവ്? പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ പള്ളി എന്ന് ഉപയോഗിച്ചത് ഒരു സബബ് കാരണമാണ്. പള്ളി എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. അങ്ങനെ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ച വാക്കുകൾ ഖുർആനും സുന്നത്തിലും ഒരു വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് അതിനൊരു കാരണമുണ്ടെങ്കിൽ ലാ മഫ്ഹൂമ ലഹു, അതിന് മഫ്ഹൂമില്ല. എന്താ മഫ്ഹൂം എന്ന് പറഞ്ഞാൽ, നമ്മൾ സംസാരിക്കുന്ന ഒരു വാചകത്തിന്റെ അല്ലെങ്കിൽ ഖുർആനിലെ ഹദീസിലെയും ഒരു വാചകത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥത്തിനാണ് മൻതൂഖ് എന്ന് പറയാം. മനുഷ്യന്റെ സംസാരമാണെങ്കിലും അള്ളാഹുവിന്റെ സംസാരമാണെങ്കിലും ഒരു സംസാരത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥത്തിന് മൻതൂഖ്, അതിന്റെ വാക്കർത്ഥം, നേർക്ക് നേരെയുള്ള അർത്ഥം, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന അർത്ഥം, അതിനാണ് മഫ്ഹൂം എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ പറയാണ് രാവിലെ 9 മണിക്ക് വന്നാൽ ഇവിടെ ക്ലാസ് നടക്കുന്നത് എനിക്ക് കാണാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാം എന്നൊരാളോട് ഞാൻ പറയാം. അപ്പോൾ അതിന്റെ മൻതൂക്ക് എന്താണ്? 9 മണി എന്ന് പറഞ്ഞൊരു സമയത്ത് ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. എന്നാൽ 8:30 വന്നാൽ ക്ലാസ് ഉണ്ടാവുകയില്ല എന്ന് അതിന്റെ മഫ്ഹൂമാണ്. അതിന് മനസ്സിലാക്കാം. 8:30 ക്ലാസ് ഉണ്ടാവില്ല, 9 മണിക്കാണ് ക്ലാസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് മൻതൂക്കും മഫ്ഹൂമും തമ്മിലുള്ള വ്യത്യാസം. ഈ ഹദീസിൽ എന്താണ് പറഞ്ഞത്? പള്ളിയിലിരുന്നാൽ ഇന്ന പ്രതിഫലമുണ്ട്. അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം മൻതൂക്ക് എന്താണ്? പള്ളിയിലിരുന്നാൽ പ്രതിഫലമുണ്ട്, കടയിലോ വീട്ടിലോ ഇരുന്നാൽ പ്രതിഫലമില്ല എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് മഫ്ഹൂമാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ മഫ്ഹൂം എല്ലാ സമയത്തും എടുക്കില്ല. എല്ലാ സമയത്തും ആ വാചകത്തിന്റെ വിശാലമായ അർത്ഥം, അതിന്റെ വിപരീത അർത്ഥം മഫ്ഹൂം എന്ന് പറയുന്നത് തെളിവല്ല. എപ്പോഴാണത് സ്വീകരിക്കാതിരിക്കുക? ഈ പറഞ്ഞ പോലെ ഒരു കാരണമുണ്ടെങ്കിൽ, ഒരു കാരണത്തിന്റെ പേരിലാണ് ഇത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മഫ്ഹൂം എടുക്കുകയില്ല. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, 9 മണിക്ക് വന്നാൽ എന്നുള്ള സംഭവം. സാധാരണഗതിയിൽ ഞാൻ ഒരാളോട് പറയണം 9 മണിക്ക് വന്നാൽ നിനക്ക് എന്നെ ക്ലാസ് എടുക്കുന്ന അവസ്ഥയിൽ കാണാം, അല്ലെങ്കിൽ പള്ളിയിൽ കാണാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 8:59 വരെ കാണൂല എന്ന് തന്നെയാണ്. അത് മഫ്ഹൂമാണ്. പക്ഷേ എന്നോട് ചോദിക്കുന്ന വ്യക്തി, അവന് 9 മണിക്ക് ഇവിടെ എത്തുന്ന ഒരു വാഹനമുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുകയാണ് 9 മണിക്ക് അവിടെ എത്തുന്ന ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിൽ വന്നാൽ കാണാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയാം 9 മണിക്ക് വന്നാൽ കാണാൻ പറ്റും. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ 8:30 ഇവിടെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല. 8:30 തുടങ്ങാം, 8 മണിക്ക് തുടങ്ങാം, ഫജ്റിന് തുടങ്ങാം. പക്ഷെ അവന്റെ ആ ചോദ്യം കാരണം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബൈത്തും മിൻ ബുയൂത്തില്ല എന്നുള്ളതിന് ഒരു സബബുണ്ട്, ഒരു കാരണമുണ്ട്. അതെന്താണ്? അധികവും ഇൽമിന്റെ മജ്‌ലിസുകൾ നടക്കുക പള്ളിയിലാണ്. അപ്പോൾ ഒരു കാരണത്തിന്റെ പേരിൽ പറഞ്ഞ വാചകങ്ങൾ അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥത്തിലേ എടുക്കാൻ പാടുള്ളൂ. മറ്റുള്ള സ്ഥലത്തൊന്നും ഈ പ്രതിഫലമില്ല എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം ഖുലാസ. ഇനി ഇങ്ങനെ കിട്ടുന്ന, അപ്പോൾ ഈ ഇത്രയും പറഞ്ഞതിന്റെ ഫായിദ എന്താണ്? ഇങ്ങനെയുള്ള സദസ്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പള്ളിയില്ല എന്ന് പറഞ്ഞ് ഖുർആൻ പഠിക്കാതിരിക്കരുത്, ഇൽമ് പഠിക്കാതിരിക്കരുത്. നമ്മുടെ വീട്ടിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇൽമ് പഠിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അത് ഈ ഹദീസിൽ മനസ്സിലാക്കാം. അടുത്ത ഫായിദ എന്താണ്? ഇങ്ങനെയുള്ള മജ്‌ലിസുകൾക്ക്, ഇൽമിന്റെ മജ്‌ലിസുകൾക്ക്, ഖുർആൻ പഠിക്കുന്ന മജ്‌ലിസുകൾക്ക് 4 ഫദ്ലുകൾ അല്ലെങ്കിൽ 4 പ്രതിഫലം വിശ്വാസം പറഞ്ഞു. ഒന്ന്, സക്കീനത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്താണ് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ? സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം. അല്ലെ, ഇൽമിന്റെ മജ്‌ലിസുകൾ പങ്കെടുത്താൽ സക്കീനത്ത് ഉണ്ടാവും. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് ആ മജ്‌ലിസിന്റെ ദർജക്കനുസരിച്ച്, ഒരു ആലിമിന്റെ സദസ്സിൽ ആ ആലിമിന്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള സക്കീനത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നല്ല ഇൽമുള്ള അമലുള്ള ഉലമാക്കളുടെ സദസ്സുകളിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് വലിയ മനപ്രയാസങ്ങളുമായിട്ട് അല്ലെങ്കിൽ പല ടെൻഷനുമായിട്ട് പോയാലും നമുക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ നീങ്ങിപ്പോയ പോലെ തോന്നും. അത് അല്ലാഹു തആല നൽകുന്ന സക്കീനത്താണ്. രണ്ടാമത്തേത് ഗശിയാനുർ റഹ്മ. എന്താ പറഞ്ഞത്? ഗശിയത്തുഹും റഹ്മ എന്ന് പറഞ്ഞു. റഹ്മത്ത് അവരെ പൊതിയും. അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങും, അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. അതിന്റെ അർത്ഥം വ്യക്തമാണ്. മൂന്നാമത്തേത് വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുമെന്ന് പറഞ്ഞു. ഈ ഗശിയത്തുഹും റഹ്മാനും ഹഫത്തുഹുമുൽ മലായിക എന്ന് പറഞ്ഞു. ഈ ഗശിയ എന്നും ഹഫ എന്ന് പറഞ്ഞാൽ വ്യത്യാസം.
ഗഷിയ എന്ന് പറഞ്ഞാൽ ചുറ്റും പൊതിയും. ഹഫ എന്ന് പറഞ്ഞാൽ പൊതിയും എന്നതോടൊപ്പം തന്നെ ഒരു തിരക്ക് എന്നുള്ള അർത്ഥമുണ്ട്. അതിന് തിരക്ക് കൂട്ടുക, അതിനാണ് ഹഫ എന്ന് പറയാം. ഹഫത്തുൽ മലക്ക്. അപ്പൊ മലക്കുകൾ തിരക്ക് കൂട്ടുക അവിടെ ഇരിക്കാൻ വേണ്ടി. വേറൊരു ഹദീസിൽ, മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ ഈ മലക്കുകളെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന ലില്ലാഹി മലായിക്കത്തൻ ഫുദുല, അള്ളാഹുവിന് മഹാന്മാരായ ശ്രേഷ്ഠന്മാരായ മലക്കുകളുണ്ട്. യതതബ്ബഊന മജാലിസ ദിക്ർ, ഇൽമിന്റെ സദസ്സുകൾ അന്വേഷിച്ച് നടക്കുക, അതിനുവേണ്ടി മാത്രമുള്ള മലക്കുകളുണ്ട് എന്ന് പറഞ്ഞ് വിശദമായൊരു ഹദീസ് ഉണ്ട്. അങ്ങനെ അവർ ഈ സദസ്സിൽ വന്നിരിക്കും, അള്ളാഹുവിനോട് ഇവരെ കുറിച്ച് പറയും, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നതൊക്കെ മറ്റൊരു ഹദീസ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഒരു കാര്യം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, മലക്കുകൾ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് അതിന്റെ മഫ്ഹൂം, അതിന്റെ ഒരു താല്പര്യം എന്താണ്? പിശാചുക്കൾ അവിടെ ഉണ്ടാവുകയില്ല. കാരണം മലക്കുകളും പിശാചും ഒരേ സ്ഥലത്ത് ഉണ്ടാവില്ല. മലക്കുകളുള്ള സ്ഥലത്ത് പിശാചുക്കൾ ഓടും. അപ്പോൾ പിശാചിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ് ഇൽമിന്റെ സദസ്സുകൾ പങ്കെടുക്കുക എന്നുള്ളത്. അത് ഖുർആന്റെ ഹൽക്കയാണെങ്കിലും മറ്റുള്ള ഇൽമിന്റെ സദസ്സുകളാണെങ്കിലും. നാലാമത്തെ ഫضല്, അല്ലാഹു തആല ഇവരെ കുറിച്ച് മലക്കുകളോട് സംസാരിക്കും. ദക്കറഹുല്ലാഹു ഫീ മൻ ഇൻദഹു, അല്ലാഹു തന്റെ അടുത്തുള്ള മലക്കുകളോട് ഈ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കും. പണ്ഡിതന്മാർ പറയുന്നത്, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അവർ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം. അവരെന്താണ് ചെയ്യുന്നത്? ഇരുന്നിട്ട് അള്ളാഹിന്റെ ദീനിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹ് അതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് അവരെ കുറിച്ച് മലക്കുകളോട് പറയും, ഇന്ന വ്യക്തി ഇന്ന ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇമാം അബൂ ഇസ്ഹാഖ് അൽ ഇൽബീരി റഹ്മഹുല്ലാഹ്, അറിയപ്പെട്ട ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, താഇയ്യത്തുൽ ഇൽബീരി എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞു, വഅക്സിർ ദിക്റഹു ഫിൽ അർളി ദഅബൻ ലിതുദ്കറ ഫിസ് സമാഇ ഇദാ ദക്കർത. വളരെ മനോഹരമായ ഒരു കവിതയാണ്. അത് വായിക്കാൻ സാധിക്കുന്നവർ, അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടോന്ന് അറിയില്ല, കേൾക്കാനും നല്ല രസമുള്ള, നല്ല വളരെ അർത്ഥവത്തായ ലളിതമായ ഒരു കവിതയാണ് അത്താഇയ്യ എന്ന് പറയുന്ന അബൂ ഇസ്ഹാഖ് അൽ ഇൽബീരിയുടെ കവിത. അതിൽ അദ്ദേഹം പറഞ്ഞതാണ്, വഅക്സിർ ദിക്റഹു ഫിൽ അർളി ദഅബൻ, അല്ലാഹുവിന്റെ ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള പരാമർശം ഭൂമിയിൽ നീ വർദ്ധിപ്പിക്കുക. ലിതുദ്കറ ഫിസ് സമാഇ ഇദാ ദക്കർത, ആകാശത്ത് നിന്നെ കുറിച്ച് പറയപ്പെടാൻ. അഥവാ നീ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു അവന്റെ അടുത്തുള്ള മലക്കുകളോട് നിന്നെക്കുറിച്ച് സംസാരിക്കും. അടുത്ത ഉപദേശം, ഏഴാമത്തെ അവസാനത്തെ വാചകം, ഈ ഹദീസിലെ അവസാനത്തെ വാചകം, വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ആരാണോ അമലിന്റെ കാര്യത്തിൽ പുറകോട്ട് പോയത്, ബത്തഅ എന്ന് പറഞ്ഞാൽ സ്പീഡ് വർക്കുന്നതാണ് ബത്തഅ എന്നല്ല, സുർഅത്തിന്റെ വിപരീതമാണ് ബുത്അ എന്ന് പറയുന്നത്, വേഗത കുറവ്. ആരുടെ അമലിനാണോ വേഗം കുറഞ്ഞു പോയത്, ലം യുസ്രി ബിഹി നസബുഹു, അവന്റെ പരമ്പര കൊണ്ട് അവന് വേഗം കൂടുകയില്ല. അത് അറബിയിലെ പ്രയോഗമാണ്. ചുരുക്കി പറഞ്ഞാൽ അമലില്ലാത്തവന് പരമ്പര പറഞ്ഞിട്ട്, അവന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നർത്ഥം. അപ്പോൾ ഒരാളുടെ സ്ഥാനം, അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം തീരുമാനിക്കുന്നത് അവന്റെ അമലു സാലിഹാത്താണ് അടിസ്ഥാനപരമായി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഒരാളുടെ സ്ഥാനം അവന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അമലാണ്, സാലിഹായ അമലുകൾ ചെയ്യുക, പാപങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ള സ്ഥാനം തഖ്വ കൊണ്ട് മാത്രമാണ്. ജാതിയില്ല ഇസ്ലാമിൽ, അതുപോലെ തന്നെ സമ്പത്തിന് ഈ കാര്യത്തിൽ യാതൊരു സ്ഥാനവുമില്ല അള്ളാഹുവിനോടുള്ള അടുപ്പം തീരുമാനിക്കുന്നത്. അങ്ങനെ സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അത് കുഫാറുകളുടെ സ്വഭാവമാണ്, അവരുടെ വിശ്വാസമാണ്. ഇന്ന ജാതിയിൽപ്പെട്ടവർ ദൈവത്തോട് കൂടുതൽ അടുത്തവരാണ്, അല്ലെങ്കിൽ സമ്പന്നന്മാർ കൂടുതൽ അടുത്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വാദിച്ചിരുന്ന ആളുകളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ല നിങ്ങൾ എന്നോട് അടുപ്പിക്കുന്നത്, ഇല്ലാ മൻ ആമന വഅമില സാലിഹ, ഈമാനും അമൽ സാലിഹാത്തുമാണ്. ഫഉലൈക ലഹും ജസാഉദ്ദിഅഫി ബിമാ അമിലു, അവർക്കാണ് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുക. അപ്പോൾ അവനവന്റെ അമലുകളെ കുറിച്ച് ചിന്തിക്കുക, അത് മാത്രമാണ് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായ അബൂലഹബ്, സ്വന്തം പിതാവിന്റെ സഹോദരനാണ്. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പെടാൻ ഏറ്റവും അർഹനായ ആളാണ് നബി സല്ലല്ലാഹു കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് അബൂലഹബിനെ കുറിച്ച് അള്ളാഹു ഇറക്കി. വേറൊരാളെ കുറിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത്. അത് ഫിറൗന്റെ കാര്യത്തിൽ ഇറങ്ങിയിട്ടില്ല, ഹാറൂന്റെ കാര്യത്തിൽ ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിതൃവിനെ കുറിച്ചാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അങ്ങേയറ്റത്തെ ഷെരീഫായിട്ടുള്ള ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് അബൂലഹബ്. ഇതിനേക്കാൾ നല്ലൊരു പരമ്പര ഈ ദുനിയാവിൽ വേറെയില്ല. എന്നാൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫാരിസിയാണ്, പേർഷ്യക്കാരനാണ്, അറബിയല്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. ഒരു ഹദീസിൽ കാണാം, സൽമാൻ മിന്ന അഹ്ലുൽ ബൈത്ത്, സൽമാൻ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനാണ്. അത്രയും സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഒരാളുടെ സ്ഥാനം അയാളുടെ അമലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിൻ്റെ ആശയങ്ങൾ. ഇത് ഓരോന്നും ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പകർത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.